إلهي لست للفردوس أهلا ولا أطغى على نار الجحيم فهب لي توبة فاغفر ذنوبي فإنك غافر الذنب العليم. ശുദ്ധമാകുന്ന ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ രാവിന്റെ ഈ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്നും വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും അവന്റെ മഗ്ഫിറത്ത് കൊണ്ട്, മർഹമത്ത് കൊണ്ട് നമുക്ക് പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. മഹാനാകുന്ന ഇബ്രാഹിം അവർ അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടുന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്, സ്വഹീബത്തു അക്സരി റിജാലില്ലാഹി ഫീ ജബലിൽ ലബനാൻ. ജബലുൽ ലബനാൻ, ലബനാൻ പർവ്വതത്തിൽ അല്ലാഹുവിന്റെ ആലിമീങ്ങളാകുന്ന, അല്ലാഹുവിനെ മനസ്സിലാക്കിയ ഒരുപാട് ആളുകളുമായി ഞാൻ സഹവസിച്ചു. അങ്ങനെ സഹവസിച്ചിരിക്കുന്ന സമയത്ത് വഖാനൂ യൂസൂനനി, അവരെന്നോട് വസിയത്ത് ചെയ്തു. അല്ലാഹുവിനെ അറിഞ്ഞതാകുന്ന ആലിമീങ്ങളാകുന്ന ഈ ആളുകൾ എന്നോട് വസിയത്ത് ചെയ്തു എന്ന് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറയാം. എന്താണ് വസിയത്ത്? ഇദാ റജഅത ഇലാ അബിനാഇ ദുനിയ, ഇദാ റജഅത, ഓ ഇബ്രാഹിം അദ്ദേഹമേ, ഇദാ റജഅത, നിങ്ങൾ മടങ്ങിയാൽ, ഇലാ അബിനാഇ ദുനിയ, നിങ്ങളുടെ ദുനിയാവിന്റെ മക്കളിലേക്ക്, അഥവാ ഒരു മലമുകളിൽ ഇവരെല്ലാവരും കൂടെ ഒരു മലമുകളിൽ ഇരിക്കുകയാണ്. അവിടുന്ന് അല്ലാഹുവിന്റെ ആലിമീങ്ങൾ മഹാനവറുകളോട് പറയുന്നു, ഇവിടുന്ന് ഇറങ്ങി ഇനി നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ മക്കളിലേക്ക്, കുടുംബത്തിലേക്ക് നിങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ അവരോട് വാഴ്ന്നു പറഞ്ഞു കൊടുക്കണം, ഉപദേശിച്ചു കൊടുക്കണം. 4 കലിമത്തുകളെ കൊണ്ട്. ഏതൊക്കെയാണ് 4 കലിമത്തുകൾ? നിങ്ങൾ പറയണം, അവരോട് നിങ്ങൾ പറയണേ, ആരെങ്കിലും ഒരാൾ ഭക്ഷണം അധികരിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, അവന്റെ ഇബാദത്തിൽ, അവൻ അല്ലാഹുവുമായി ചെയ്യുന്ന സാഷ്ടാംഗത്തിൽ, അല്ലാഹുവുമായി ചെയ്യുന്ന ആ മുനാജത്തിൽ അവനക്കൊരു മാധുര്യം, ലസ്സത്ത് ലഭിക്കുകയില്ല എന്ന് മഹാനാകുന്ന ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുകയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് ഉപദേശിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രാബല്യത്തിലാക്കണം എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒന്നാമത്തെ ഉപദേശം, നിങ്ങളാരെങ്കിലും ഒരാൾ ഭക്ഷണത്തെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം നമ്മൾ കാര്യമായിട്ട് ഒരുപാട് ഭക്ഷണങ്ങൾ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ, ആവശ്യത്തിനപ്പുറം കഴിച്ചു കഴിഞ്ഞാൽ, അവന്റെ ഇബാദത്തിൽ അവനക്ക് യാതൊരുവിധ രസവും ഉണ്ടാവുകയില്ലെന്ന് മഹാന്മാരാകുന്ന മഹത്തുക്കൾ രേഖപ്പെടുത്തുകയാണ്. രണ്ടാമതായി പറയുന്നു, ആരെങ്കിലും ഒരാൾ ഉറക്കത്തെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ, അവൻ സദാസമയവും ഉറക്കത്തിലാണ്, ഏത് സമയവും അവന്റെ എല്ലാ സമയവും മുഴുവൻ റെസ്റ്റിലാണ്, കറക്റ്റ് നിസ്കാരങ്ങൾക്ക് മാത്രം എഴുന്നേൽക്കുന്നു, അത് കഴിഞ്ഞാൽ കടന്നുറങ്ങുന്നു. അങ്ങനത്തെ അവസ്ഥയിലുള്ള ആളാണെങ്കിൽ, അങ്ങനെ ഉറക്കം അധികരിപ്പിച്ചവനാണെങ്കിൽ, അവന്റെ ആയുസ്സിൽ, അവനക്ക് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത ആയുസ്സിൽ അവനക്ക് അല്ലാഹു ബറക്കത്ത് നൽകുകയില്ലെന്ന് മഹാനാകുന്ന ഇബ്രാഹിം അദ്ദേഹം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുകയാണ്. അവനക്ക് അല്ലാഹു കൊടുത്ത ആയുസ് എത്ര കാലമുണ്ടോ അത്ര കാലം അവനങ്ങനെ ജീവിച്ചു തീർന്നു എന്നുള്ളതല്ലാതെ അതിൽ അല്ലാഹു അവനക്ക് ബറക്കത്ത് കൊടുക്കുകയില്ലെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ മൂന്നാമത്തതായിട്ട് പറയുന്നു, ആരെങ്കിലും ഒരാൾ തേടിക്കഴിഞ്ഞാൽ ജനങ്ങളുടെ തൃപ്തി, ജനങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ
നേരാവണത്തിൽ, അതല്ലെങ്കിൽ മറ്റൊരാൾ നോക്കുന്നുണ്ടെന്ന് കാണുമ്പോ അവനുണ്ട് നിസ്കാരത്തിനൊക്കെ ഒരു ഉഷാറുമുണ്ട്, അതല്ലെങ്കിൽ മറ്റുള്ളവരെ കാണാൻ വേണ്ടി അവന് ഖുർആൻ ഓതുക, മറ്റുള്ളവരെ കാണാൻ വേണ്ടി ആർക്കെങ്കിലും വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ ഒരു പൊരുത്തത്തിന് വേണ്ടി നാലാളിൽ എന്നെ കണ്ടാൽ പറയണം ഞാനൊരു നല്ലവനാണ്, ഞാൻ നന്മകൾ ചെയ്യുന്നവനാണ് എന്ന തോന്നലുണ്ടാക്കുന്ന രൂപത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചാൽ അവൻ ഒരു നിലക്കും പ്രതീക്ഷിച്ചു കൊള്ളരുത്. അവന്റെ രക്ഷിതാവാകുന്ന അള്ളാഹുവിന്റെ പ്രീതി അവൻ ഒരു നിലക്കും പ്രതീക്ഷിക്കണ്ട. ഒരാൾക്ക് വേണ്ടി, ഏതെങ്കിലും ഒരു പൊതുജനങ്ങൾക്ക് വേണ്ടി അവൻ ഒരു കാര്യം ചെയ്യുകയാണ്, അതിലും അവന്റെ ലക്ഷ്യം അള്ളാഹു മാത്രമായിരിക്കണം. അതല്ലാതെ ഇതൊക്കെ ഞാൻ അവരുടെ ഇടയിൽ ഒന്ന് ആളാവാൻ വേണ്ടി, അതല്ലെങ്കിൽ ആളുകളുടെ ഇഷ്ടം പിടിച്ചു വയ്ക്കാൻ വേണ്ടി ചെയ്താൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഇഷ്ടം അവന് പ്രതീക്ഷിക്കുകയേ വേണ്ട എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. നാലാമത്തതായിട്ട് പറയുന്നു, ആരെങ്കിലും ഒരാൾ സംസാരം പരിഹരിപ്പിച്ചാൽ, എങ്ങനെയുള്ള സംസാരം? ചീത്ത പറയലും അതുപോലെ തന്നെ സഹോദരന് ഇഷ്ടമില്ലാത്ത തന്റെ സഹോദരനെ പറ്റി ഉള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ വെറുതെ അങ്ങനെ ആ ആളെ പറ്റിയിട്ട് അങ്ങനെ സംസാരിക്കുക. ഒഴിഞ്ഞിരുന്നാൽ, നാലാള് കൂടിയാൽ, അതല്ലെങ്കിൽ ഒന്ന് ഒഴിഞ്ഞു പോയിരുന്നാൽ ഇയാളെ പറ്റി ഇങ്ങനെ, അതല്ലെങ്കിൽ ആരെങ്കിലും അതിനെ പോണവനെ പറ്റിയിട്ടോ അതല്ലെങ്കിൽ അതിന്റെ മുമ്പുള്ളവനെ പറ്റിയിട്ടോ അങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ആളുകൾക്ക് അവരെ ദുനിയാവിൽ നിന്ന് പുറത്തു പോവുകയില്ല. മുസ്ലിമായി കൊണ്ട്, അഥവാ അവൻ മുസ്ലിമായി കൊണ്ട് മരിക്കുകയില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിലേക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇങ്ങനത്തെ 4 കാര്യങ്ങൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ തന്റെ സമുദായത്തിലേക്ക് താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ പറ്റി പറയും.